എന്തൊക്കെയുണ്ട് വിശേഷം? ഫുഡൊക്കെ കഴിച്ചോ? ഫുഡെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ. ഞാനിന്ന് വന്നിരിക്കുന്നതേ കിച്ചൺ ടിപ്സായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണെന്നറിയാം. നമ്പർ 1, നമ്മൾ ഉണക്കമീൻ വറുക്കില്ലേ? ആർക്കൊക്കെ ഉണക്കമീൻ ഇഷ്ടമാണ്. എനിക്കൊക്കെ ഇഷ്ടമായിരുന്നു. ഇപ്പം ഞാൻ കഴിക്കാറില്ല എന്ന് മാത്രം. ആ ഉണക്കമീൻ വറുക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് ഒന്ന് കിച്ചണിലും ഒക്കെ സ്മെല്ലടിക്കും ഫുള്ളും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുവന്നുള്ളിയില്ലേ, ചെറിയുള്ളി, അത് തൊലിച്ച് 2-3 ചെറിയുള്ളി തൊലിച്ചിട്ട് അതിലിട്ട് നോക്കൂ. ആ എണ്ണയിലില്ലേ, നമ്മൾ ഈ ഉണക്കമീൻ വറുക്കുന്ന എണ്ണയില്ലേ, അതിലിട്ട് നോക്കൂ. ആ സ്മെല്ല് അധികം വരത്തില്ല. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അഭിപ്രായം പറയണേ കേട്ടോ. രണ്ടാമത്തെ ടിപ്സ്, നമ്മുടെ ഗ്രീൻ പീസ് ഇല്ലേ, ഗ്രീൻ പീസ് ഗ്രേവി വെക്കും. മസാലക്കറി, ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് മസാലക്കറിയൊക്കെ വെക്കില്ലേ? അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മുടെ ആ കറി, ആ ഗ്രീൻ പീസിൻ്റെ ഗ്രീൻ കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് വിനാഗിരി ആഡ് ചെയ്യുക. കുറച്ച് കേട്ടോ, അധികം വേണ്ട, കുറച്ച് ആഡ് ചെയ്ത് നോക്കൂ. ആ കളർ അങ്ങനെ തന്നെ ഉണ്ടാവും, മാറില്ല. അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ രണ്ടാമത്തത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഗ്രീൻ പീസ് ഗ്രേവി ചപ്പാത്തിക്കൊക്കെ വെച്ചപ്പോൾ ഞാനൊന്ന് അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ സക്സസ് ആയി കേട്ടോ. അപ്പോൾ അത് ഓക്കെയാണ്. ഞാൻ ഉണക്കമീൻ ഞാൻ കഴിക്കാത്തയും ഫുഡ് വെക്കാത്ത കാരണം അത് വേറൊരാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നേ. ഉറപ്പായിട്ടും ഈ കാര്യം സക്സസ് ആവും കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ്, സബ്സ്ക്രൈബ്.